ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളിലൂടെ ഭയപ്പെടുത്തിയും ഞെട്ടിച്ചും ചിന്തിപ്പിച്ചും കൊണ്ടങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ബെസ്റ്റ് ഡെബ്യൂട്ട് സീസൺ ഈറ്റ് വെൽക്കം ടു ഡെറിയുടെ ആദ്യ സീസണിൻ്റെ ഉജ്ജ്വലമായ കലാശക്കൊട്ടിലേക്ക് നമ്മൾ കടക്കുവാണ്. ഒരു കൊച്ചുകാര്യം തൊട്ടുമുന്നേ നമ്മുടെ 2017 ഈച്ച് മൂവിയുടെ ഒരു സ്പെഷ്യൽ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് നോക്കിച്ചും പോരെ. ഡെറി എന്നൊരു കൊച്ചുനാട്, പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും ഭൂമിയിലേക്ക് എത്തപ്പെട്ട ഒരു തീക്ഷ്ണമായ നീചശക്തി തുടക്കം മുതൽ ഇന്നോളം ഈ ടൗണിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. ഈ നാട് വിട്ട് പുറത്തേക്ക് ആ നീചത പരവാതിരിക്കാൻ വേണ്ടി തളച്ചിരുന്ന ബന്ധനത്തിൻ്റെ ഒരടി 1962 തകർക്കപ്പെട്ടപ്പോൾ അത് ലോകത്തിന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന സാഹചര്യമാണ്. പെന്നിവൈസ് എന്ന വിദൂഷക വേഷം കവർന്ന് രക്തചരിത്രമാടുന്ന ഗാലു എന്ന് വിളിക്കപ്പെട്ട ആ എൻറ്റിറ്റി ഇപ്പോൾ ഡെറി നാടിന് തന്നെ നാശം വിതയ്ക്കാൻ ഒരുങ്ങുവാണ്. എങ്ങനെയെന്ന് നോക്കാം. നിദ്രയിലേക്ക് പോയ പെന്നിവൈസിനെ വീണ്ടും ഉണർത്തിയപ്പോൾ അതാദ്യം എത്തിയത് മറ്റാർക്കും അടുത്തേക്കല്ല, വിൽ ഹാൻലൻ്റെ അടുത്തേക്ക്. നടക്കുന്ന എന്താണെന്ന് തിരിച്ചറിയും മുന്നേ തന്നെ അവനെ ഡെഡ്ലൈറ്റ്സിൻ്റെ പ്രകാശത്തിലൂടെ ആത്മാവും കോൺഷ്യസ്നസ്സും കവർന്ന് മരണതുല്യമായ അവസ്ഥയിലാക്കിയപ്പോൾ നഗരം മൊത്തത്തിൽ ഭീകരാന്തരീക്ഷമാവുകയാണ്. ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി നോക്കി നിൽക്കുന്നത് അവർ ഇന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ മൂടൽമഞ്ഞ് പ്രദേശം മൊത്തവും പരകി മൂടുന്നത്. ഓരോരുത്തർ തൊട്ടടുത്തുള്ള കടകളിലും ഓടി വീട്ടിലേക്കും പോകുമ്പോൾ വൃക്ഷങ്ങളുടെ ഇലകളും പൂക്കളുമൊക്കെ വരെ ക്ഷണനേരം കൊണ്ട് ഉണങ്ങി വാടിപ്പോകുന്ന അത്രയും തീവ്രമേറിയ കോടയാണ്. അത്രയ്ക്കും താങ്ങാൻ കഴിയാത്ത തണുപ്പ്. അപ്പോൾ മനുഷ്യരെയും ഇത് വൈകാതെ ബാധിക്കുമെന്ന ശങ്ക ഉണ്ടാകുമ്പോൾ കാലാവസ്ഥാ കേന്ദ്രത്തിനും ഒരു സൂചനയും ലഭിക്കാതിരുന്ന എന്ത് പ്രതിഭാസമെന്ന് പോലും മനസ്സിലാവാത്ത ഒരു സാഹചര്യം. കാരണം ഈ പ്രതിഭാസം അവരുടെ റഡാറിൽ മുൻകൂട്ടി തെളിയിക്കാനായിട്ട് പ്രകൃതിയുടേതല്ല, മറിച്ച് ആ നാടിനെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന എൻറ്റിറ്റിയുടേതാണ്. പതിവില്ലാതെ ഇങ്ങനെ സംഭവിക്കുന്നതോടെ സ്കൂളിലും ക്ലാസ് നിർത്തി എല്ലാവരോടുമായി സ്കൂൾ വിടാൻ പോവുകയാണെന്നും അത്യാവശ്യമായി ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരാനുള്ള അനൗൺസ്മെൻറ്റും. ആ സ്വരം പ്രിൻസിപ്പളിൻ്റേതാണെങ്കിലും പക്ഷേ പ്രിൻസിപ്പൾ അല്ല. പാറ്റി കേക്സും സംഘവും ഉൾപ്പെടെ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ഷോ നടത്താൻ തുടങ്ങുന്ന പോലെ പ്രിൻസിപ്പൾ വന്നിട്ട് ആരോ ചരട് വലിച്ച് ചലിപ്പിക്കുന്ന പാവയെ പോലെ അനൗൺസ് ചെയ്യുകയാണ്. ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നിങ്ങൾക്ക് മുന്നിലെ അവതരിപ്പിക്കാൻ എത്തുന്നു, പെന്നിവൈസ് ദ ഡാൻസിങ് ക്ലൗൺ. കുട്ടികളെ തിന്നാനിഷ്ടമുള്ള പെന്നിവൈസിന് സ്കൂളിനേക്കാൾ ഫേവററ്റായ മറ്റു സ്ഥലം ഏതുണ്ട്? പിള്ളേർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവരെല്ലാവരും നോക്കി നിൽക്കെ തന്നെ പ്രിൻസിപ്പളുടെ കണ്ണ് കുത്തിപ്പൊടിച്ച് തല വേർപ്പെടുത്തി കൊല്ലുന്നതോടെ പിള്ളേർ കിടങ്ങി വരച്ച് ഓടാൻ നോക്കുന്നതിലും കഥകളെല്ലാം ലോക്ക്ഡായിരിക്കുന്നു. ഒരു രക്ഷയുമില്ല. പെന്നിവൈസ് എന്താണോ നടത്തിക്കൂട്ടുന്നത് അത് കണ്ടു നിൽക്കുകയല്ലാതെ. ഒരു പ്രകടനമെന്നോണം എല്ലാവരെയും നോക്കി പാടുവാണ്. അവരെല്ലാം ഒരിക്കൽ തിന്നുള്ളിൽ ട്രാപ്ഡാക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ചുള്ള പാട്ട്. അവസാനം അവരെയായി എല്ലാവരോടും ഗുഡ് ബൈ പറയുന്നതും. ആ ഡെഡ്ലൈൻസിൻ്റെ പ്രകാശത്തിൽ ഇൻഗ്രിഡിനെയും വില്ലിനെയും പോലെ ഡെറി ഹൈസ്കൂളിലെ സകല കുട്ടികളും കണ്ണു വെള്ളയെ അന്തരീക്ഷത്തിൽ ഒഴുകാൻ തുടങ്ങുവാണ്. അവരുടെ ബോധവും ആത്മാവും കൈക്കലാക്കുന്നതോടെ ഇനി എന്ത്? കുട്ടികൾ കണ്ട് തുള്ളിച്ചാടാറുള്ള ബോബ് ഗ്രീയുടെ നാടകവണ്ടി. ആ ഉരുട്ടുവണ്ടിയിൽ കയറിയിരുന്ന് കുറച്ചെണ്ണത്തിനെയൊക്കെ കൊന്നിട്ടും ബാക്കിയുള്ളവരെല്ലാം പിന്നാലെ എങ്ങോട്ടോ ഒഴുക്കിക്കൊണ്ടു പോകുന്ന ഭീകര കാഴ്ച. സ്റ്റാൻഡ് ബൈ മൊത്തം വൃത്തിയാക്കി നിൽക്കുന്ന നമ്മുടെ റോണിയും മാർജും ലിലിയും വൈകാതെ കോടമഞ്ഞ് പരവുന്ന കാണുന്നതോടെ എന്താണെന്നറിയാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ ആ പൈപ്പിന് ചുറ്റും മിസ്സിംഗ് പോസ്റ്റേഴ്സ്. അവിടെ സ്കൂളിലെ സകല കുട്ടികളെയും കാണാതായിരിക്കുന്നു എന്ന് പെന്നിവൈസിൻ്റെ സ്വാധീനത്തിൽ അവിടെ ഇങ്ങനെ കുറേ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. എങ്ങനെയാണ് ഇത്രയും കുട്ടികളെ ആ സാധനത്തിന് ഒരു പ്രാവശ്യമായി പിടിച്ചുകൊണ്ടുപോകാൻ പറ്റുക? ഇതൊക്കെ സത്യമാണെന്നറിയാൻ മൂവരും ഉടൻ സ്കൂളിലേക്ക് വെച്ച് പിടിക്കുകയാണ്. കാരണം ഇങ്ങനെയൊരു ഡെഡ്ലൈൻസിൻ്റെ വശീകരണം ഇവർക്കറിയില്ലല്ലോ. പണ്ടാരം ഒരു സൈക്കിളേ ഉള്ളൂ താനും. അങ്ങനെ സ്കൂളിലേക്ക് പാഞ്ഞെത്തി അകത്തേക്ക് കയറുന്നതോടെ വിജനതയും മരിച്ചു കിടക്കുന്ന പ്രിൻസിപ്പളുടെ ശരീരവും പുറത്ത് തലയും കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് നിൽക്കെ മുന്നിലേക്ക് അതാ മറ്റൊരു മിസ്സിംഗ് പോസ്റ്റർ. വിൽ ഈസ് മിസ്സിംഗ്. വില്യം ഹാൻലനെയും കാണാതായിരിക്കുന്നു. ഇവരെല്ലാം എങ്ങോട്ടാണ് കൊണ്ടുപോയത്? എങ്ങനെ കണ്ടുപിടിക്കും? നോക്കുമ്പോൾ വഴിയിലായി ചോരക്കറ അങ്ങനെ നീണ്ടു കിടക്കുവാണ്. ആ ഒരു കാർട്ട് സഞ്ചരിച്ചു പോയ പാതയാണ്. ഇത് ഫോളോ ചെയ്ത് പോയി അതിനടുത്തെത്തി ലിലിയുടെ കയ്യിലെ ഡാഗർ വെച്ച് സ്വയം പ്രൊട്ടക്ട് ചെയ്ത് വില്ലിനെ രക്ഷിച്ചെടുക്കാൻ റോണിയും കൂട്ടരും ഇറങ്ങി തിരിക്കുവാണ്. ഇതെല്ലാം കണ്ടിട്ട് മാർജിനെ തിളച്ചങ്ങോട്ട് കയറുവാണ്. ആ നായിൻ്റെ പട്ടി ക്ലൗൺ മോനെ എനിക്ക് കൊല്ലണം. ഈറ്റ് മൂവിയിൽ റിച്ചി പറഞ്ഞ പോലത്തെ അതേ ഡയലോഗ്. അങ്ങനെ 3 എണ്ണം കൂടി സൈക്കിളിൽ കയറി ആഞ്ഞു ചവിട്ടുന്നതിൽ നീങ്ങുന്നില്ല. പോലും ഒരു സൈക്കിൾ കൊണ്ട് വലിഞ്ഞു കയറിയിരിക്കുന്ന 3 എണ്ണം. ഇങ്ങനെ പോയാൽ ഇപ്പോഴൊന്നും അവിടെ എത്താൻ പോകണമെന്ന് നിലക്കെ കാണാം. അതുകൊണ്ട് പാൽക്കാരനെ പെന്നിവൈസ് കറന്നിട്ടിരിക്കുന്നു. തൊട്ടിപ്പുറം മിൽക്ക് ട്രക്കും കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, മാർജ് നേരെ വണ്ടിയിൽ കയറി സ്റ്റാർട്ടാക്കുന്നു. ആരും പേടിക്കണ്ട, മാർജിൻ്റെ അമ്മാവന് ഇതുപോലൊരു ട്രക്ക് ഉണ്ട്. അയാളത് ഓടിച്ചു പോകുന്നതൊക്കെ ദൂരെ നിന്ന് അവൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ വളച്ചെടുത്ത് വെച്ച് പിടിക്കുമ്പോൾ ഹാൻലൺ സ്ഥിതി രൂക്ഷമാണെന്നറിഞ്ഞ് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ വില്ല് ഫോൺ എടുക്കുന്നില്ല. ഉടൻ തന്നെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നതും തിരിച്ചു കോൾ വന്ന് എടുക്കുമ്പോഴോ അതാ രാക്ഷസനാണ്. ഒപ്പം വില്ലിൻ്റെ ശബ്ദത്തിലും മാറി മാറി സംസാരിച്ച് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് ഹാൻലണിന് BP കയറി എൻ്റെ കൊച്ചിനെ തൊട്ടാൽ നിന്റെ ചങ്ക് പറിച്ചെടുക്കും പന്നിന്ന് ആക്രോശിക്കുന്നതും ഫോൺ കട്ടാവുന്നു. മേജറിന് ഇതോടെ കൈയും കാലും വിറച്ചിട്ട് പാടില്ല. പേടിച്ചിട്ടല്ല, ടെൻഷനായിട്ട്. പേടിയില്ലെന്ന് നമുക്കറിയാം, നമ്മളെപ്പോലെ തന്നെ പെന്നിവൈസിനും അറിയാം. മകനെ രക്ഷിക്കാൻ ഇനി എന്താണ് വഴിയെന്ന് ആലോചിച്ച് ചെന്നെത്തുന്നത് നമ്മുടെ ഡിക്ക് ഹാലറിന് അടുത്തേക്കും. തല മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ഡിക്ക്. എവിടെ നോക്കിയാലും ദുരാത്മാക്കൾ. വലുതും ചെറുതുമായി എല്ലാം മുന്നിൽ വന്ന് നിർത്താതെ പാരാദൂരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഒരു ബോട്ടിൽ പാതി തീർത്തിട്ട് പോലും രക്ഷയില്ല. സഹികെട്ട് തോക്കു ചൂണ്ടി പോകാൻ പറഞ്ഞൊടുവിൽ ഗത്യന്തരമില്ലാതെ സ്വയം തീരാമെന്ന് നിൽക്കുമ്പോഴാണ് ഹാലൻ ഇടിച്ചു കയറി വരുന്നത്. ആളെ കാണുന്നതും ഡിക്കിന് ദേഷ്യം എല്ലാറ്റിനും കാരണം ഹാലൻ ഒറ്റ ഒരാളെന്ന് പറഞ്ഞിട്ടാണ്. കാരണം അന്ന് ആത്മാക്കളോട് സംസാരിക്കുന്നതിനെ പറ്റി ചൊടിപ്പിച്ചതുകൊണ്ടാണ് ചിന്തിക്കുക പോലും ചെയ്യാറുന്ന ആ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ ജീവിക്കാനേ പറ്റുന്നില്ല, എനിക്കിനി വയ്യെന്ന് സഹികെട്ട് സ്വയം വെടിവെക്കാൻ വീണ്ടും തോക്കെടുക്കുമ്പോഴാണ് വില്ലിനെയും അത് കൊണ്ടുപോയെന്ന് പറയുന്നത്. എൻ്റെ മകനെ അത് കൊണ്ടുപോയി, ഞാൻ കെഞ്ചുവാ, ദയവ് ചെയ്ത് അവനെ രക്ഷിക്കാൻ സഹായിക്കണം. എൻ്റെ അധികാരം വെച്ച് നിനക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തിരിക്കും, ഇല്ലേലാ തോക്കുകൊണ്ട് ഞാൻ തീരും എന്ന് വളരെ ഇമോഷണലായി ഒരു അച്ഛൻ നിന്ന് കരയുന്ന കണ്ട് ഡിക്ക് അവിടെ സ്തബ്ധനാവുമ്പോൾ ആ മൂടൽ മഞ്ഞ് ഡെറി ടൗൺ വിട്ടും സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. റഡാറിലൂടെ ആ പന്നൻ ജനറൽ ഫ്രാൻസിസ് ആളിത് കണ്ടങ്ങനെ നിൽക്കുമ്പോൾ ഫുള്ളർ എത്തുന്നത് ഹാലൻ ഡിക്കുമൊത്ത് ബേസിൽ നിന്ന് കടന്നു കളഞ്ഞെന്ന വാർത്തയുമായി. അവർ ചെന്നെത്തുന്നത് റോസിൻ്റെ വീട്ടിലേക്കാണ്. അവിടെയല്ലേ ഷാർലറ്റ് ഉള്ളത്. വില്ലി മിസ്സിംഗ് ആയെന്നറിഞ്ഞോടെ സകലരുടെയും മുന്നിൽ വെച്ച് ഒരു മേജറിനെ അയാളുടെ ഭാര്യ കുനിച്ചു നിർത്തി കൂമിനിടിക്കുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും ഷാർലറ്റിൻ്റെ വേദനയും സങ്കടവും ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ഹാലൻ മിഷൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് മാത്രം ഇപ്പോൾ മകനെ നഷ്ടപ്പെട്ടെന്നറിയുമ്പോൾ ആ അമ്മ തകർന്നു പോകുന്നു. പക്ഷേ ഡിക്ക് പറഞ്ഞൊരു കാര്യം, ഈ ലോകത്തിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അത് ഒരു അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധമാണ്. ആ ഒരു ബോണ്ടിങ്ങാണ് ലോകത്തെ ഏറ്റവും ശക്തമായത്. ഡിക്ക് ഹാലനോട് പറഞ്ഞതും അതുതന്നെ. ഷാർലറ്റിന് വില്ലിനെ രക്ഷിക്കാനാവും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 8 മൂവി എക്സ്പ്ലനേഷനിൽ കണ്ടില്ലേ, ബെവർലിയും ബെന്നും തമ്മിലുള്ള ആ മൊമെന്റ്. സ്നേഹം, നിഷ്കളങ്ക സ്നേഹത്തിനാൽ ഡെഡ് ലൈസിൽ നിന്ന് ആരെയും മുക്തനാക്കാം. എന്നാൽ പെന്നിയവസിനെ കുറിച്ച് നല്ലോണം അറിയാവുന്ന റോസിനറിയാം, മകനെ രക്ഷിക്കാൻ പോയാലും ആ പിശാചിന് മുന്നിൽപ്പെട്ടാൽ പിന്നെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഹാൻലൻസിനോട് റോസ് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ പിന്നെന്ത് ചെയ്യാനാണ്? റോസിന് വരുന്ന ഒരു ബുദ്ധി. ഡിക്ക് ഹാലോറാൻ ഷായ്ക്ക് വേണ്ടി ഒരു പില്ലർ കണ്ടെത്തിയതുപോലെ അയാളുടെ ശക്തി വെച്ച് മറ്റൊരു വസ്തു കണ്ടുപിടിച്ചാൽ ഇപ്പോൾ നടക്കുന്നതിന് തടയിടാനാകും. ആ വസ്തു മറ്റൊന്നുമല്ല, ഡാഗർ, ആ കടാര. നക്ഷത്രച്ചീള കൊണ്ട് രൂപപ്പെടുത്തിയ ആ കടാര ഇപ്പോൾ കുഴിച്ചെടുത്ത് നശിപ്പിച്ച ആ ഷാർഡിടുന്ന പ്രദേശത്തേക്ക് കുഴിച്ചിട്ടാൽ ബന്ധനം വീണ്ടും പൂർവ്വസ്ഥിതിയിലാകും. ഗ്യാലു എന്ന പെന്നിവസിനെ അടയ്ക്കാനുമാകും. അതിനാൽ ടാനിയലിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ഡാഗർ എവിടെയുണ്ടെന്ന് ഡിക്ക് ഷൈനിങ്ങിലൂടെ കണ്ടുപിടിക്കണം. അങ്ങനെ റോസ് ഡെറിയുടെ മാപ്പ് വെച്ച് ഈ പദ്ധതി മെനയുമ്പോൾ ആ ഡാഗർ ഇപ്പോൾ ആരുടെ കയ്യിലാണെന്ന് അറിയാലോ. ഈ മാപ്പ് വെച്ച് പലർക്കുള്ളൊരു ഡൗട്ട് ഇപ്പോൾ ക്ലിയറാക്കി തരാം. കണ്ടില്ലേ, ഡെറിയെ ചുറ്റുമൊത്തം 13 പില്ലേഴ്സാണുള്ളത്. ഈ തടവിനുള്ളിൽ പുറത്തു പോകാൻ കഴിയാതെ കിടക്കുകയാണ് പെന്നിവൈസ് AKA ഗാലു. അപ്പോൾ ഒരു പ്രശ്നം എന്താ, ഡെറിയിലുള്ളവരെ മാത്രമേ പെന്നിവൈസിനെ കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓരോ തവണയും കുറേ പേരെ കൺസ്യൂം ചെയ്ത ശേഷം പിന്നെ 27 വർഷത്തേക്ക് വിശ്രമത്തിന് പോകുന്നത്. ഈ ഒരു കാലക്രമത്തിൽ അവിടെ വീണ്ടും പുതിയ ജീവനുകൾ ജനിക്കും. അങ്ങനെ ബാലൻസ് ചെയ്യുന്നതാണ് ഈ 27 ഇയേഴ്സ് സൈക്കിൾ. ഇപ്പോൾ ഒരഴി തകർന്നോടെ പെന്നിവൈസിന് മുന്നിലുള്ളത് ഒരു വലിയ അവസരമാണ്. രാജ്യം മൊത്തം, ഇതിൽ ലോകം മൊത്തം ഓടി നടന്ന് വേട്ടയാടാം, ഒരു വിശ്രമമോ നിദ്രയോ കൂടാതെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുടക്കം തന്നെ ഡെറിയെ പൂർണ്ണമായും കൺസ്യൂം ചെയ്യുക എന്നതാണ് ഈ എൻറ്റിറ്റിയുടെ ഉദ്ദേശം. പക്ഷേ ഡിക്ക് ആ ഡാഗർ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആ പില്ലർ തകർന്ന ഡെറിയുടെ തെക്കൻ മൂലയ്ക്കുള്ള റിവർ സൈഡിലേക്ക് പെന്നിവൈസ് എത്തിപ്പെടുന്നതിന് മുമ്പ് ആ പുഴയ്ക്ക് അപ്പുറമായി നിൽക്കുന്ന ഒരു പടുവൃക്ഷം, ആൻസസ്റ്റേഴ്സിൻ്റെ കാലത്തിന് മുന്നേ തൊട്ടേ നിലനിൽക്കുന്ന ആ കരിഞ്ഞുണങ്ങിയ വൃക്ഷത്തിനടുത്ത് വരെയാണ് ഈ നക്ഷത്രച്ചിലുകളുടെ ശക്തിവലയത്തിൻ്റെ പ്രഭാവം ഉണ്ടാവുക. പെന്നിവൈസ് ആതിര് കടക്കും മുന്നേ ഡാഗർ കണ്ടെത്തി ആ വൃക്ഷം നിൽപ്പുള്ള സ്ഥാനത്തേക്ക് കുഴിച്ചിടണമെന്ന് പറയുമ്പോൾ കേവലം ഈ കൊച്ചു കടാര കൊണ്ട് എങ്ങനെയാണ് ബാക്കിയുള്ള ഷാർഡുകളുമായി ഇത്രയും ദൂരത്തിൽ കണക്റ്റായി ഒരു ബന്ധനം ഉണ്ടാക്കുക എന്നൊരു ചോദ്യമാണ്. അതിനൊരു വ്യക്തതയില്ല. ഷാർഡ്സിൻ്റെ ഊർജ്ജ സ്രോതസ് സംയോജിപ്പിക്കാനായി ഭൂമിക്ക് കഴിയുമെന്നാണ് റോസിൻ്റെ പ്രതീക്ഷ. പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല. സ്വന്തമായി ചിന്തിക്കാൻ കൂടി ബുദ്ധിമുട്ടുന്നത്ര അലട്ടലമായിരിക്കുന്ന ഡിക്ക് എങ്ങനെയാണ് ഡാഗർ സ്പോട്ട് ചെയ്യാനാണ്? ഇവിടെയാണ് ഇന്ത്യൻസിൻ്റെ പുരാതന കാലം മുതലൊക്കെയുള്ള വൈദ്യമരുന്നിൻ്റെ ശക്തി നമ്മൾ അറിയുന്നത്. ഒരു ഗുഡ് ഫോഴ്സായ മറ്റൊരു വേരുകൾ ഇടിച്ചു പൊട്ടിച്ച് അതിട്ടൊരു ചായ കൊടുക്കുകയാണ്. ആ എൻറ്റിറ്റിയുടെയും നക്ഷത്രത്തിൻ്റെയും ഒക്കെ എനർജിയുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ മറ്റൊരു വേരുകൾ. അങ്ങനെ അത് കുടിക്കുന്നതും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഡിക്കിൻ്റെ മൈൻഡ് ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് എത്തി കണ്ടുപിടിക്കുന്നു. ഇത് വില്ലിൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ തന്നെ ഉള്ളതായും അവർ വില്ലിനെ കണ്ടുപിടിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒറ്റക്കണ്ണുള്ള മാർച്ച് ചോരപ്പാട് നോക്കി കാട്ടിലൂടെ വണ്ടി ഓടിച്ച് ഒരു കുഴിയിൽ ചെന്ന് വീണിടിച്ച് നിൽക്കുന്നു. ഇനി അവിടുന്ന് നടന്നു പോകെ രക്ഷയുള്ളൂ. പക്ഷേ ആ ഇടിയുടെ ആഘാതത്തിൽ ലില്ലിയുടെ കയ്യിലുണ്ടായിരുന്ന ആ കടാര തെറിച്ചു പോകുന്നതോടെ അവളിലൊരു പ്രത്യേകതരം പരവേശവും വെപ്രാളവും ഒക്കെ. അത് കണ്ടുപിടിക്കുന്ന ടെൻഷൻ അടിക്ക് മാർച്ച് വണ്ടിക്ക് പുറത്തായി കിടക്കുന്നത് കണ്ട് എടുക്കാൻ ഭാവിക്കുന്നതും അവളെ തട്ടിമാറ്റി ലിലി എടുത്ത് കയ്യിൽ മുറുക്കെ പിടിക്കുന്നു. റോണിക്കും ഇതൊരു അതിശയം. കാരണം ഡാഗർ ആരുടെയും കയ്യിൽ കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് അവൾക്ക് പറ്റിയത്? അവരെല്ലാം കൂടി മറ്റൊരു ട്രക്കിലായി ഡിക്കിൻ്റെ നിർദ്ദേശം വെച്ച് കടാരയ്ക്കടുത്തേക്ക് വെച്ച് പിടിക്കുമ്പോൾ റോസ് പറയുന്നുണ്ട്, ആ ഡാഗർ കയ്യിലുള്ളപ്പോൾ പെന്നിവൈസിൽ നിന്നും സുരക്ഷിതരാണെങ്കിലും മറ്റൊരു വിഷയം നോക്കിയാൽ അവർ അപകടത്തിൽ തന്നെയാണ്. പണ്ട് ആ നക്ഷത്രം അനുവദിച്ച ആ പ്രദേശമാണ് ഇപ്പോൾ നെയ്ബോൾ സ്ട്രീറ്റിലെ വെൽ ഹൗസ് നിൽക്കുന്ന സ്ഥലം, ഇറ്റിൻ്റെ വിഹാര കേന്ദ്രം. കാർന്നോന്മാർ അവിടുന്ന് നക്ഷത്രച്ചീളുകൾ എടുത്ത് സുരക്ഷകൾ ഒരുക്കിയെങ്കിലും ഇതിനെല്ലാം ഒരു പ്രത്യേക ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരു ശക്തിയുണ്ട്. ഉണ്ടായിരുന്ന സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു ആകർഷണം. ഈ ചീളുകൾ ആ വെൽ ഹൗസിൽ നിന്നും എത്രത്തോളം ദൂരെ പോകുന്നുവോ അത്രയും തോതിൽ ചെറുത്ത് നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക പ്രകൃതമാണ് ആ ശക്തിക്ക്. അത് മനസ്സിനെ തന്നെ നിയന്ത്രിക്കുന്ന സ്ഥിതി ഉണ്ടാകും. അപ്പോൾ അതാണ് ലില്ലിക്ക് ഡാഗറിനോട് ഇത്ര പ്രിയം. നമ്മുടെ ബിൽബോ ബാഗിൻസിനും ഫ്രോഡോയ്ക്കുമൊക്കെ മോതിരത്തോട് തോന്നിയ പ്രിയം പോലെ.
അധികം വൈകാതെ തന്നെ ആ ഡാഗർ ലിലിയുടെ മനസ്സിലുണ്ടാക്കുന്ന പ്രഭാവം നമ്മൾ കാണുകയാണ്. റോണിയും മാർജും അതിശയിച്ച് നോക്കുന്നത് കണ്ട് ലിലി തനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന പോലെ നോക്കുമല്ലേ എന്ന് ചോദിക്കുന്നത് കണ്ട് റോണിക്ക് മാർജിന് മനസ്സിലായി ആ കടാലിക്കാണ് എന്തോ പ്രശ്നമുള്ളതെന്ന്. അത് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും അവൾ തിരിഞ്ഞോടി മൊത്തം പ്രശ്നം. ലിലിയിട്ട് ഓടിച്ചു പിടിച്ച് ആ കടാരെ പിടിച്ചു പറിച്ച് മേടിക്കുമ്പോഴെല്ലാം അവളുടെ മൈൻഡ് മാറി ഞാൻ ഭ്രാന്തിയാണെന്നും നിങ്ങളെ കൂടി കൊലക്കെടുക്കേണ്ടി വരുമെന്നൊക്കെ ബ്രേക്ക് ഡൗൺ ആകാതെ കണ്ട് റോണി അവളെ ക്ലിയർ ആക്കാൻ ശ്രമിക്കുവാണ്. ഇതൊന്നും നീയല്ലെന്നും യഥാർത്ഥം നീ ഇങ്ങനെയല്ലെന്നും പറഞ്ഞിട്ട് നീയാണ് ലിലി ഞങ്ങളുടെ ഏക രക്ഷയെ ലൈഫ് ബോട്ട് എന്ന് പറയുന്നതും അവൾ മേലെ കാമാവുന്നു. കാരണം ലൈഫ് ബോട്ട് എന്നുള്ളത് ലിലി മുന്നേ പറഞ്ഞു ഒന്നാണ്. അന്ന് ഫിൽ ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നോട്ട് നിന്ന് റോണി അടക്കം എല്ലാവരോടുമായി ലിലി പറഞ്ഞിരുന്നു, ഒരു നങ്കൂരം പോലെ വെറുതെ നിൽക്കുകയല്ല, ഒരു ലൈഫ് ബോട്ടായി നമ്മളിൽ ഒരുവനെ രക്ഷിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ ലിലിക്കും സ്വബോധം തിരികെ എത്തുന്നതും വൈകാതെ ആ കടാര ജ്വലിക്കാൻ തുടങ്ങുവാണ്. ദാറ്റ് മീൻസ് ആ നീച സാന്നിധ്യം അവർക്കടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നോക്കുമ്പോഴോ ആ തണുത്തുറഞ്ഞ നദിയിലൂടെ പെന്നിവേസിൻ്റെയും കാർട്ടിൻ്റെയും അകമ്പടിയിൽ കുട്ടികളെല്ലാം ഒഴുകി അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ഡിക്കിൻ്റെ വിഷനിലും വരുന്നതോടെ റോസിന് വീണ്ടും ടെൻഷൻ കയറുന്നത് കാരണം ആ എൻറ്റിറ്റി പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കടന്നെത്തുന്നത് ആ വൃക്ഷത്തിനടുത്തേക്കും. അത് കടന്നാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. റോണിയും കുട്ടനും രണ്ടും കൽപ്പിച്ച് വില്ലിനെ തേടി ആയുസിലൂടെ ശ്രദ്ധയോടെ ഓടി ഒഴുകുന്ന ബോഡീസിനടുത്തെത്തി വില്ലിനെ തെരയുമ്പോൾ കാര്യങ്ങൾ കൈവിടാൻ പോവുകയാണ്. ഇനി എന്ത് ചെയ്യാനാവും? ആ ക്ലൗണിനെയും തനിക്ക് കാണാമെന്ന് ഡിക്ക് പറയുമ്പോൾ ഹാലയുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, അന്ന് ചോപ്പറിൽ വെച്ച് ഡിക്കിന് ഈ ക്ലൗണിൻ്റെ മൈൻഡിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കവണയിൽ തൊട്ടതിന് പിറകെയായി പെന്നിവൈസ് എന്ന സ്റ്റേജും ഒഴുകി നടക്കുന്ന ബോഡീസിൻ്റെ കൂമ്പാരമെല്ലാം അന്ന് ഡിക്കിന് വിഷനായി വന്നപ്പോൾ ഇപ്പോൾ ഹാലൺ പറയുവാണ് ആ സാധനം വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത് വൈകിപ്പിക്കാനാവും. ഡിക്ക് ആ ക്ലൗണിൻ്റെ മൈൻഡിലേക്ക് കയറാൻ ശ്രമിച്ചാൽ മുമ്പ് ഡാനിയലിൻ്റെ മൈൻഡിലേക്ക് കയറിയ പോലെ. പക്ഷേ ഈ അവസ്ഥയിൽ അത് സാധിക്കുമോ? എന്തായാലും റോണി ഒടുവിൽ ആ കൂട്ടത്തിന് മുന്നിലെ തന്നെ വില്ലിനെ സ്പോട്ട് ചെയ്ത് മൂവരും ചേർന്ന് അവനെ താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നതും ആ വണ്ടിയോടെ നിൽക്കുവാണ്. അതിൽ നിന്നായി കുട്ടികളുടെ ചോരയും തെറിപ്പിച്ചങ്ങനെ ഇറങ്ങി വരുന്ന പെന്നിവൈസ് ഇവരെ കണ്ടടുക്കുന്നതും ആ ഡാഗറിന് മുന്നിൽ നിന്ന് പോകുന്നു. പിന്നെ അവിടെ നടക്കുന്നത് പെന്നിവൈസിൻ്റെ ഒളിച്ചുകളി. റോണി ആ കടാരയും പൊക്കി നിൽക്കെ അപ്പുറത്തൂടെയും ഇപ്പുറത്തൂടെയും പാഞ്ഞ് കൺഫ്യൂഷനാക്കി മാർജിനെ അങ്ങ് പിടിച്ചെടുക്കുന്നു. ലിലിയും റോണിയും പരസ്പരം പിടിച്ച് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ മാർജിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് ആ സാധനം. ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പെന്നിവൈസിന് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും തന്നെ അറിയാം. നമ്മൾ 2017 ഈ സിനിമയിലും ചാപ്റ്റർ 2-ൽ പെന്നിവൈസിനെ ലൂസേഴ്സ് ഗാങ് നശിപ്പിക്കുന്നതടക്കം 1962 മാർജിന് മുന്നിൽ നിൽക്കുമ്പോഴേ ദീർഘദർശനത്തിൽ ഉള്ള സംഭവങ്ങളാണ്. ലൂസേഴ്സ് ഗാങ്ങിലെ ഒരുവനായ റിച്ചി, ആ റിച്ചി മാർജിന് ഭാവിയിലുണ്ടാകാൻ പോകുന്ന മകനാണെന്ന് പറയുമ്പോൾ അവൾക്കുണ്ടോ വല്ലതും മനസ്സിലാവുന്നു. പക്ഷേ നമുക്കിപ്പോൾ കൺഫേമായി മനസ്സിലായിരിക്കുവാണ് മാർജിൻ്റെ റിച്ചിയുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് സ്വന്തം മകന് റിച്ചി എന്ന് പേരിടാൻ പോകുന്നത്. ആ റിച്ചിയും മാർജിനെ പോലെ നായിൻ്റെ പട്ടിമോനെ കൊല്ലണമെന്ന് പറഞ്ഞിറങ്ങുന്നതും ഇറ്റിൽ നമുക്ക് കാണാം. അവൻ വെൽ ഹൗസിൽ കയറിയപ്പോൾ കണ്ട അതേ മിസ്സിംഗ് പോസ്റ്റർ മാർജിനെ കാണിക്കുകയാണ് പെന്നിവൈസ്. പക്ഷേ പെന്നിവൈസിന് ആ വരാൻ പോകുന്ന വിധി തിരുത്താനാകും. എങ്ങനെ? ഇപ്പോൾ മാർജിനെ കൊന്നാൽ, ഈ ഡെറിവിറ്റ് സ്വതന്ത്രനായാൽ. കൊലവരയുടെ പെന്നിവൈസ് മാർജിനെ ഊറ്റിയെടുക്കാൻ അടുക്കുന്നതും പക്ഷെ സ്റ്റക്കായി പോവാണ്. എഗെയിൻ ലിലിയുടെ മുന്നിൽ സ്റ്റക്കായത് ഡാഗർ മുന്നിലുണ്ടായതുകൊണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെ പെന്നിവൈസ് സ്റ്റക്കായി? മറ്റൊന്നുമല്ല, അത് ഡിക്കിൻ്റെ ഷൈനിങ് ആണ്. അയാൾ ആ എൻറ്റിറ്റി രൂപം കൊണ്ടിരിക്കുന്ന പെന്നിവൈസിൻ്റെ മെമ്മറിയിലേക്ക് കയറി പറ്റിയിരിക്കുകയാണ്. മുമ്പ് ടാനയിലിൻ്റെ മൈൻഡിൽ കയറി റോസും അവനുമായിട്ടുള്ള ഓർമ്മ കൺട്രോൾ ചെയ്ത് പില്ലറുകളെ പറ്റി കണ്ടെടുത്ത പോലെ ഇപ്പോൾ ബോബ് ഗ്രേയുടെ ഓർമ്മയിൽ കയറിപ്പറ്റി ആ സർക്കസ് മാവിൻ്റെ രൂപത്തിൽ പെന്നിവൈസിനെ അങ്കലാപ്പിലാക്കുമ്പോൾ മാർജ് ആ വായിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്തായാലും മാർജ് ഓടി തിരികെ എത്തുന്നതോടെ മറ്റൊരു ആശ്വാസ കാഴ്ച കാണുന്നത് പെന്നിവൈസിൻ്റെ മൈൻഡ് ഹൈജാക്ക് ചെയ്ത് സ്റ്റക്കാക്കിയതോടെ ബിൽ ഉൾപ്പെടെ സകലരും ആ ഡെഡ് ലൈൻസിൻ്റെ പ്രഭാവത്തിൽ നിന്നും പുറത്തു കിടന്ന ബോധം തിരിച്ചു വരുന്നത്. അധികം വൈകാതെ ടാനിയിലും വണ്ടി ഓടിച്ചെത്തുന്നതോടെ കുട്ടികളെ തിരിച്ചു കിട്ടിയ മാതാപിതാക്കളുടെ ആശ്വാസം കണ്ട് വാനിലേക്ക് കയറിപ്പറ്റി ബാക്കിയുള്ള കുട്ടികളോടെ തിരികെ പുഴയോരത്തേക്ക് നടക്കാനും നിർദ്ദേശം കൊടുക്കുന്നു. ഇനി ആ ഡാഗർ വൃക്ഷത്തിനടുത്തായി കൊണ്ട് കുഴിച്ചിടുക. ഡാനിയൽ ആ ദൗത്യം ഏറ്റെടുത്ത് ഡാഗറുമായി പോകുമ്പോൾ ഹാലണം കൂടുണ്ട്. കാരണം ഈ ഡാഗർ ഏത് വിധേനയും ടാനിയലിൻ്റെ മൈൻഡിനെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. നെയ്ബോൾ സ്ട്രീറ്റിനടുത്ത് പോലുമല്ല ഇപ്പോൾ അവൻ ഉള്ളത്. എന്നാൽ അവിടെ അപ്രതീക്ഷിതമായൊരു നശിച്ച മെനക്കേടുണ്ടാവുകയാണ്. ആ പന്നലുകളായ മിലിറ്ററിക്കാർ ഷായുടെ നേതൃത്വത്തിൽ അവരുടെ പദ്ധതി മനസ്സിലാക്കി തടയാനായി മറുകരയിൽ നിന്ന് തുരുതുര വെടിവെക്കുന്നു. നിർഭാഗ്യവശാൽ അതിലൊരുണ്ട ടാനിയലിൻ്റെ കഴുത്തിലേക്ക് തറച്ച് കയറുമ്പോൾ ഹാൻഡലിൻ്റെ കാലിലും വെടിയേൽക്കുന്നു. അതുകൊണ്ട് വില്ലും കൂട്ടരും ഇറങ്ങി ഓടിയെത്തുമ്പോഴേക്കും ടാനിയൽ തുരുതുര ഉണ്ടകൾ വരുന്നതോടെ ഹാങ്ക് മറ്റുള്ളവരും ബാൻ്റെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ ഹാൻലൺ ആ ഡാഗർ ഏൽപ്പിക്കുകയാണ് വില്ലിനെ. അവനോടായി മിലിറ്ററിക്കാരുടെ കണ്ണുവെടിച്ച് അവർ കാണാതെ ആ വൃക്ഷത്തിലേക്ക് കൊണ്ട് താഴ്ത്താൻ പറയുമ്പോൾ അവന് പേടിയാണ്. പക്ഷേ ഹാൻലൺ നീ ആയിരിക്കണമെന്ന് പറഞ്ഞ് ധൈര്യം നൽകി അങ്ങനെ റോണിക്കും ലിലിക്കും മാർജിനുമൊപ്പം പാത്തും പതുങ്ങിയും ആ മരത്തിനടുത്തേക്ക് വെച്ച് പിടിക്കുമ്പോൾ മിലിറ്ററിക്കാർ വന്ന് ഹാൻലണിനെയും മറ്റുള്ളവരെയും കീഴ്പ്പെടുത്തുന്നു. നിർദ്ദേശം കൊടുത്ത ഫ്രാൻസിസോ ബൈനോക്കുലറിലൂടെ ആ കാഴ്ച കാണുകയാണ്. പെന്നിവൈസ് അങ്ങനെ നിശ്ചലനായി നിൽക്കുന്നത്. ഷാ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതെല്ലാം സത്യത്തിൽ ഉള്ളത് തന്നെയാണോ, ലോകത്തിങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ. അങ്ങനെ പ്രാഞ്ചി പെന്നിവൈസിനടുത്തേക്ക് ചെന്ന് അതിശയിച്ചങ്ങനെ നിൽക്കെ വേറൊരു സംഭവം, മിലിറ്ററിക്കാർ വന്ന് ഡിക്കിനെയും പിടികൂടുവാണ്.
അവശനായി ഷൈനിങ് നടത്തി കിടക്കുന്ന ഹാലോറാനെ കുലുക്കി വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും പെന്നിവൈസിനെ കുടുക്കിയിരിക്കുന്ന ആ ഓർമ്മയിൽ അത് പ്രതിഫലിക്കുന്നു. ഇതോടെ സംഭവം ഡിക്കിന്റെ വിലയാണെന്ന് മനസ്സിലാക്കി പെന്നിവൈസ് ആക്രമിക്കുന്നതും അയാൾക്ക് ബോധവും വരുന്നു. ഫ്രാൻസിസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ്. തിരികെ എത്തുന്ന പെന്നിവൈസിനോട് ഭയം തെല്ലും കൂടാതെ ഇൻഗ്രിഡിനെ പോലെ നിങ്ങൾക്ക് വിഹരിക്കാനുള്ള വഴി ഒരുക്കുമെന്ന് പറയുന്നത് കേട്ട് പോകാൻ ഒരുങ്ങുന്നതും ആ മണം. വർഷങ്ങൾക്ക് മുന്നേ ഭയപ്പെടുത്തി തീർക്കാൻ ശ്രമിച്ച ഫ്രാൻസിസിന്റെ മണം ഇപ്പോഴും ഐഡന്റിറ്റിയിലുണ്ട്. ഇതോടെ ഫ്രാൻസിസിന്റെ പേടി സ്വപ്നമായ ആ രൂപമായി മാറി ട്രാൻസ്ഫോം ആവുന്നതോടെ അവിടെ ഷായുടെ അന്ത്യം. ജനങ്ങളെ പേടിയുടെ കൺട്രോളിൽ നിർത്താൻ ശ്രമിച്ച അയാൾ ഇപ്പോൾ പേടി കൊണ്ട് തന്നെ മരണപ്പെട്ടിരിക്കുകയാണ്. കുട്ടികളെ നേരം വൃക്ഷത്തിനെ ആഗമിക്കുന്നതും ആ ഡാഗറിന്റെ ചെറുത്തുനിൽപ്പ് കൂടുന്നു. തിരിച്ച് കിടന്നെടുത്ത് തന്നെ എത്താനുള്ള ആ കാന്തിക ശക്തി പോലത്തെ പ്രഭാവത്തിൽ വില്ലിന്റെ മനസ്സിന്റെ കൺട്രോൾ കൈവിട്ടു പോകുന്നതും അവൻ അറിയാതെ തന്നെ അതുമായി തിരിഞ്ഞോടാൻ ശ്രമിക്കുന്നു. റോണി ഇത് മനസ്സിലാക്കി അങ്ങനെ 4 പേര് മാക്സിമം ഫോഴ്സ് എടുത്ത് വളരെ പാടുപെട്ട് ആ ഡെഡ് ട്രീക്കടുത്തേക്ക് നടക്കുന്ന അതേ സമയം തന്നെ പെന്നിവൈസ് ആതിര് കടക്കാനായി പായുകയാണ്. കടന്നു കളഞ്ഞാൽ പിന്നെ ബന്ധത്തിന് പ്രസക്തിയില്ല. പിന്നെ ഈ ലോകത്തൊരിക്കലും തടവിലാക്കാനും കഴിയില്ല. അപകടങ്ങളെക്കുറിച്ച് പറയുന്ന ഒന്നും വകവയ്ക്കാതെ കീഴ്പ്പെടുത്തി നിൽക്കുന്ന മിലിറ്ററിക്കാരെ പ്ലാൻ ബി എന്നോണം ഹാങ്കും ഡിക്കും റോസും ഷാർലറ്റും ചേർന്ന് അടിച്ചിടുന്നതോടെ ഹാലൻ അവിടെ നേരെ വൃക്ഷത്തിന് മുന്നിലായി പെന്നിവൈസിനെ ചെറുക്കാനെത്തുന്നു. വെടിവെച്ച് തല ചിന്നിച്ചു തെറിക്കുന്നെങ്കിലും ഒരു രക്ഷയുമില്ല. വീണ്ടും വെടി തീർക്കുന്നതും ഡെഡ് ലൈസിലൂടെ ഹാലനെ അവിടെ നിശ്ചലമാക്കുകയാണ്. അയാളുടെ മൈൻഡും സോളും കവർന്നെടുത്തുകൊണ്ട് ഡാഗറിലെ റെസിസ്റ്റൻസ് അതിൻ്റെ മാക്സിമം എത്തുന്നതോടെ വൃക്ഷത്തിലേക്ക് താഴ്ത്തുക എന്നത് ഏറ്റവും കഠിനമായിരിക്കെ അവിടെ നമ്മളൊരു കാഴ്ച കാണുവാണ്. അതും ഡിക്കിൻ്റെ കണ്ണിലൂടെ. റോസിനും എന്തോ ഫീലിംഗ് ഉണ്ടാകാൻ നിൽക്കുമ്പോൾ സെസ്കി, ഇന്ത്യൻസിലെ ധീര യോദ്ധാവ്, ഡിക്ക് വിളിച്ച ആ ആത്മാവ് അവിടേക്ക് എത്തുന്നത് ആരുമായിട്ടെന്നോ? നമ്മുടെ റിച്ചിയുമായിട്ട്. അവൻ്റെ ആത്മാവ് മിറക്കൾ. ആ സ്പിരിറ്റ് നേരെ ഓടുകയാണ് അവൻ്റെ കൂട്ടുകാർക്കടുത്തേക്ക്. അവർക്കൊരു സഹായം വേണ്ടി വന്നാൽ അവൻ എത്തുമെന്ന് കാണിച്ചുകൊണ്ട് പെന്നിവൈസിന് മുന്നിലൂടെ ഓടിയെത്തി ആ ഡാഗറിൽ പിടിച്ച് ശക്തമായി അമർത്തുമ്പോൾ മെല്ലെ അത് താഴാൻ തുടങ്ങുന്നു. വെടിയേറ്റുകൊണ്ടിരിക്കുന്ന ഐഡന്റിറ്റി ആ നിമിഷത്തിൽ ഭീമാകാരനായ ഒരു പക്ഷിയുടെ രൂപമെടുത്ത് അത് തടുക്കാനായി തൊട്ടടുത്ത് വരെ എത്തുന്നതും ആ ഡാഗർ കുത്തിയിറക്കുന്നതും ഒരുമിച്ച്. ഇതോടെ മറ്റു പില്ലേഴ്സിൽ നിന്നും ഒരു എനർജി രൂപപ്പെട്ട് അത് ഈ ഡാഗറുമായി കൂടിച്ചേരുന്നു. ആ പ്രഭാവത്തിൽ പെന്നിവൈസ് തെറിച്ചു വീഴുകയാണ്. അങ്ങനെ ആ അഴി വീണ്ടും അവിടെ വരുമ്പോൾ അതിനർത്ഥം പെന്നിവൈസ് വീണ്ടും ഹൈബർനേഷനിലേക്ക്. തുടക്കം മുതലുണ്ടായിരുന്ന ആ സൈക്കിളിലെ ഓരോ രൂപങ്ങൾ, മ്യൂട്ടൻ്റ് ബേബി, ലില്ലിയുടെ അച്ഛൻ്റെ അച്ചാറ്, റോണിയുടെ അമ്മ, ആ രൂപങ്ങളൊക്കെയും വേർപെട്ട് ഒടുവിൽ ബോബ്ഗറിയുടെ ആ രൂപം തിരിച്ച് യഥാർത്ഥ രൂപമായ 3 ഓറഞ്ച് ലൈറ്റ്സ് പുറത്തേക്ക് കടക്കാനാകാതെ തിരികെ ബെൽ ഹൗസിലെ അണ്ടർഗ്രൗണ്ടിലേക്ക് പായുന്നു. ഇതുമൂലം വൈകാതെ ഹാലന് ബോധം തിരിച്ചെത്തുന്നത് ഷാർലറ്റിന് ആശ്വാസവും. നഷ്ടപ്പെട്ടത് റോസിനാണ്, അവരുടെ അനന്തരവൻ ഡാനിയൽ. പെന്നിവൈസിനേക്കാളും നീചരായ മനുഷ്യരാൽ ജീവൻ ത്യജിക്കേണ്ടി വന്ന ഒരു പാവം ചെറുപ്പക്കാരൻ. കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ സമയം ഏതോ ഒരു അദൃശ്യബലം ഉണ്ടായതായി മാർജിനും റോണിക്കും ബില്ലിനും ലിലിക്കും അനുഭവപ്പെട്ടിരുന്നു. റിച്ചുമോൻ്റെ ആ സ്നേഹം. അങ്ങനെ ഭീകരതയുടെ മുൾമനയിൽ നിർത്തിയ ദിവസത്തെ ചെറുതു തോൽപ്പിച്ച് ഡെറിയിലേക്ക് വീണ്ടും സമാധാനം എത്തുമ്പോൾ റിച്ചിൻ്റെ സംസ്കാര ചടങ്ങ്. മാതാപിതാക്കളും കൂട്ടുകാരും എല്ലാം വിതുമ്പുന്ന ആ വേളയിൽ റിച്ചും അവിടെ തന്നെ ഉണ്ട്, എല്ലാവർക്കും ഒപ്പം, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്. നമ്മളുൾപ്പെടെ എല്ലാവരും ഡിക്കിനെ പോലെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് മനോഹരമായിരുന്നേ. മാർജിന് 1 മാസം മാത്രമേ പരിചയമുള്ളൂ പുതിയ ഈ സുഹൃത്തിനെ. എന്നാൽ സൗഹൃദത്തെ അളക്കുന്നത് സമയത്തിലല്ല, അവരുടെ സ്നേഹത്തിലാണ്. ഒരിക്കലും നഷ്ടപ്പെടാത്ത ആ സ്നേഹത്തിലൂടെ റിച്ച് അവരിലൂടെ ജീവിക്കുകയും ചെയ്യും. മാതാപിതാക്കൾ അവിടെ പൊന്നോമനെ ഓർത്ത് വിങ്ങുമ്പോഴും അവൻ അടുത്ത് തന്നെയുണ്ട്, അവരെയും പുണർന്നുമുണ്ട്. എന്തായാലും ലിലി അങ്ങനെ ആദ്യമായി അവരുടെ പപ്പയുടെ കല്ലറയിലേക്ക് പോകാനുള്ള മനസ്സുണ്ടാവുന്നത് ജീവിതത്തിലൊരു നല്ല തുടക്കമാണ്. മനസ്സിലുള്ള വിഷമങ്ങളെക്കുറിച്ചും പുതുതായി ലഭിച്ച കുറേ നല്ല കൂട്ടുകാരെക്കുറിച്ചും അച്ഛനോട് പങ്കുവയ്ക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ വീണ്ടും സമാധാനം വന്നു തുടങ്ങുകയാണ്. അങ്ങനെ സമയം കടന്നുപോയി വാട്ടർ ടവറിലെ ഒരു പീസ്ഫുൾ മൊമെൻറ്റിൽ മാർജ് ഒരു കാര്യം ലില്ലിയോടായി പങ്കുവയ്ക്കുന്നുണ്ട്. അന്ന് ആ പിടിക്ക് മുകളിലായി ഒറ്റയ്ക്കായപ്പോൾ പെന്നിവൈസ് അവളോട് സംസാരിച്ചതിനെ പറ്റി. ഭാവിയിൽ ഒരു മകനുണ്ടാകുമെന്നും ആ മകനും അവൻ്റെ കൂട്ടുകാരുമായി ചേർന്ന് തന്നെ കൊല്ലുമെന്നും പെന്നിവൈസ് പറഞ്ഞതോടൊപ്പം വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഈ പ്രസൻറ്റും കഴിഞ്ഞ കാലവും വരാൻ പോകുന്ന കാലവുമൊക്കെ അതിന് ഒരുപോലെയാണ്. മരണമെന്നത് തനിക്ക് മറ്റൊരു ജനനമാണെന്ന്. ഒരു നിശ്ചിത കാലമില്ലാത്ത സർവ്വവ്യാപിയായ എൻറ്റിറ്റി. ഇതിൽ മാർജിൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്, ഇനിയൊരു പക്ഷേ ആ സാധനം കാലത്തിനെതിരായി സഞ്ചരിക്കുന്ന ജീവിയാണെങ്കിലോ, അങ്ങനെ പിറകോട്ട് പോയി വകവരുത്തിയുടെ പൂർവികരെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതാണെങ്കിലോ എന്നൊക്കെ. ഇതിന് ലിലി മറുപടി കൊടുക്കുന്ന കാര്യം കറക്റ്റാണ്. ഇനിയിപ്പോൾ പെന്നിവൈസ് നമുക്ക് മുമ്പുണ്ടായിരുന്നവരെ വേട്ടയാടാൻ പോവുകയാണെങ്കിലും അത് അവരുടെ പ്രശ്നമാണ്, നമ്മുടെ അല്ല. നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും വന്നാൽ അതായിരിക്കും നമ്മുടെ പ്രശ്നം. പക്ഷേ വേറൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടനെ പോലെയാണ് പെന്നിവൈസിൻ്റെ കാര്യവും. അതിനെ ഒടുവിൽ കൊന്നപ്പോൾ ഒരു കൈക്കുഞ്ഞായി മാറിയിട്ടാണ് നശിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ടൈം ട്രാവൽ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും പിറകോട്ട് സഞ്ചരിച്ച് വേട്ടയാടുന്ന കാര്യവും അങ്ങനെ തള്ളിക്കളയാനാകില്ല. ഒന്നാമതേ പ്രപഞ്ചത്തിൻ്റെ ഇനിയും മനസ്സിലാകാത്ത ഒരു കോണിൽ നിന്ന് എത്തപ്പെട്ടതല്ലേ. എന്തായാലും നമുക്ക് അതേക്കുറിച്ച് ഓർത്തൊന്നും ഇപ്പോഴേ തല പോയിക്കേണ്ട, കാരണം ഇനിയും ക്ലാരിഫിക്കേഷൻസ് വരാനുണ്ട് സീരീസിൽ.
90കളുടെ തുടക്കത്തിലുള്ള ബോബ് ഗ്രേയുടെ രൂപം 21ാം നൂറ്റാണ്ടിൽ എങ്ങനെ എടുത്തു എന്ന് തുടങ്ങി കുറേ ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് വിട്ടാരെ. ഹാൻലൺ പരിക്കൊക്കെ ഭേദമായി കുടുംബവുമായിട്ടുള്ള കൊച്ചു കൊച്ചു നിമിഷങ്ങളിൽ അവിടേക്ക് ഡിക്ക് എത്തുന്നത് ഒരു വിടപറച്ചിലിന് വേണ്ടിയിട്ടാണ്. റോസിൻ്റെ മറ്റൊരു വേരുകളുടെ ശക്തി ഡിക്കിന് നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കും എന്നവർ പറഞ്ഞ പോലെ ഇപ്പോൾ ഡിക്കിനുണ്ടായിക്കൊണ്ടിരുന്ന ആ തീര നിലവിളിയും സംസാരമൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. സ്റ്റിൽ മരിച്ചവരെയും മരിച്ചവർക്കും കാണാൻ എന്നത് ഒരു അനുഗ്രഹമാണ്. മറ്റൊരിന് നന്ദി. മിലിറ്ററി വിട്ടു എന്തായാലും. അല്ലെങ്കിൽ താല്പര്യം കൊണ്ടൊന്നും ആയിരുന്നല്ല ഡിക്ക് മിലിറ്ററിയിലേക്ക് വന്നത്. ഓരോ സാഹചര്യങ്ങൾ മൂലമായിരുന്നു. ഇനി എന്താ പ്ലാൻ എന്ന് ചോദിക്കുന്ന ഹാലനോട് ഡിക്ക് പറയുന്നുണ്ട്, ലണ്ടനിൽ ഒരു സുഹൃത്തുണ്ട്, അവനൊരു ഹോട്ടലുണ്ട്, അവിടെ ഒരു കുക്കായിട്ട് ജോലി നോക്കാമെന്ന് വിചാരിക്കുന്നു. അടിപൊളി. കൃത്യം ഷൈനിങ്ങിലേക്ക് തന്നെയാണ് ആളെ ചെന്ന് എത്തുന്നത്. തീർച്ചയായും ഹാലന് അവരുടെ നല്ല കടപ്പാടുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വിളിക്കാൻ മടിക്കരുതെന്ന് പറയുന്നത് കേട്ട് ഡിക്കിൻ്റെ റീപ്ലൈ, ഒരു ഹോട്ടലിൽ അത്ര വലിയ എന്ത് പ്രശ്നം വരാനാണ്? അത് ശരിയാ, ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. എന്നാലും ചുരുക്ക സമയം കൊണ്ട് ഇരുവരും നല്ല ബോണ്ടിങ്ങിൽ എത്തിയിരുന്നു. അവർ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ ശേഷം അധികം വൈകാതെ തന്നെ ഹാലനും കുടുംബവും ഡെറി വിട്ട് പോകാനുള്ള പാക്കിംഗ് കഴിഞ്ഞ് അവസാനമായി റോസിൻ്റെ വീട്ടിലേക്ക് ഒരു വിസിറ്റ് നടത്തുന്നു. അവിടെ തന്നെ ഹാങ് കുടുംബവും നിൽപ്പുണ്ട്. അവർക്ക് റോസിൻ്റെയും ഷാർലറ്റിൻ്റെയും സുഹൃത്തുക്കളുടെ സഹായത്താൽ മറ്റൊരു നാട്ടിൽ താമസവും അറേഞ്ച്മെൻറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. അവിടേക്ക് പോകാനുള്ള സെറ്റിങ്ങും പൂർത്തിയാക്കി നിൽക്കുവാണ്. എയർഫോഴ്സിൽ നിന്ന് ആദരവോടെ ഒരു വിട്ടയപ്പ്. അതാണിപ്പോൾ മേജർ ലെറോയ് ഹാർലൻ്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. അവർ സീക്രട്ട് മിഷൻ എന്ന് പറഞ്ഞ് നടത്തിക്കൂട്ടിയ ഈ ഹറാം പറപ്പ് എക്സ്പോസ് ചെയ്യില്ലെന്ന ഒരു ധാരണയിലാണ് മിലിറ്ററിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. കുടുംബത്തിന് ഇത്രയൊക്കെ പ്രശ്നം വന്നതിന് ശേഷവും മിലിറ്ററിയിൽ തുടരാൻ ഹാലന് താല്പര്യമില്ല. ഇവിടെ വെച്ച് റോസ് ഒരു ഓഫർ ലെറോയ്ക്ക് കൊടുക്കുകയാണ്. ഈ നടന്നിരിക്കുന്നത് ഒന്നും ഒരു ഒടുക്കമല്ല. എന്തായാലും 27 കൊല്ലം കഴിഞ്ഞ് അത് വീണ്ടും എത്തുക തന്നെ ചെയ്യും. ഇതിനിടയ്ക്ക് മിലിറ്ററി വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ഇടകൂടമായി ഇറങ്ങുന്നത് നിരീക്ഷിക്കാൻ ഹാലനാണ് കറക്റ്റ് ആളെന്ന് റോസ് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളോടൊപ്പം കൂടാൻ അഭ്യർത്ഥിക്കുകയാണ് ഷാർലറ്റ് ഉൾപ്പെടെ. ഈ തടവറ എന്നേക്കുമായി അടഞ്ഞു തന്നെ കിടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന സംഘത്തിലെ കണ്ണികളായി. ടാനിയിൽ പോയതോടെ എന്തായാലും ഈ വീടും ഫാമും വിൽക്കാൻ പോവുകയാണെന്നും നിങ്ങൾക്ക് ഇവിടെ നിൽക്കാമെന്നും ഒരു ഓഫർ കൊടുക്കുന്നതിലും ഹാൻലൺ അത് സൗമ്യമായി തന്നെ റിജക്ട് ചെയ്യുന്നു. ഡെറിയിലെ വാസം അവർക്ക് മതിയായെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ഒരു കാര്യം അപ്പോൾ എങ്ങനെയോ ഹാൻലൺ തിരിച്ച് ഈ പറഞ്ഞ ഫാമിലേക്ക് തന്നെ എത്തുന്നുണ്ട് എന്ന് ഇറ്റു കണ്ടവർക്ക് മനസ്സിലായി കാണാം. ഡെറിയിൽ നിന്ന് പോകുന്നവർ അവിടെ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ മറക്കുമെന്നല്ലേ. വില്യൻ റോണിക്കും അതൊരു വിഷമമാണ്. എന്തായാലും നിന്നെ മറക്കില്ലെന്ന് അവർ പരസ്പരം ചിരിച്ചും ഉള്ളിലെ സ്നേഹം പ്രകടിപ്പിച്ച് ചുംബിച്ചുമൊക്കെ അങ്ങനെ റോണി യാത്ര ചെയ്യാന് പിന്നാലെ കാറിലിരിക്കുന്ന ഷാർലറ്റിന് റോസിൻ്റെ ഓഫർ സ്വീകരിച്ചാലെന്നുള്ള ചിന്തയും. ഹാൻലണിന് ഇതൊരു അതിശയമാണ്. എങ്ങനെയും പോകണമെന്ന് പറഞ്ഞിരുന്ന ആളല്ലേ. എന്തായാലും ഇനി കുറച്ച് ഒരുമിച്ച് ജീവിക്കാമെന്ന തീരുമാനത്തിൽ അങ്ങനെ ഫാമും വീടും റോസിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനുള്ള ഒരു സാഹചര്യം തൊട്ടു മുന്നേ പറഞ്ഞ പോലെ എപ്പോഴോ അല്ല, ഇപ്പോൾ തന്നെ ഉണ്ടാവുകയാണ്. ഇൻഗ്രിഡ് ജുനിപ്പർ ഹിൽ അസൈലത്തിലായി ഒരു മുഴുഭ്രാന്തിയായി കുട്ടിക്കാലത്തെ ഓർമ്മകളും പപ്പയ ബോഗിനെക്കുറിച്ചുള്ള ദുരന്തത്തെപ്പറ്റി പറഞ്ഞുമൊക്കെ അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടുന്നു. അവസാനമായി നമ്മളൊരു കൊച്ചു ടൈം ജമ്പിലേക്ക് കൂടുതൽ കടക്കുവാണ്. 26 വർഷങ്ങൾക്ക് ശേഷം 1988. അതായത് ബില്ലി ജോർജിക്ക് കപ്പലുണ്ടാക്കി കൊടുത്തതും അതുമെടുത്ത് എന്നേക്കുമായി വീട് വിട്ടിറങ്ങിപ്പോയ ആ കാലം. അതേ സമയത്തെ തന്നെ ജുനിപ്പർ ഹിൽ ഹോസ്പിറ്റലിലെ കാഴ്ചകൾ നോക്കിയാലോ. നല്ല പ്രായമൊക്കെ ചെന്ന് കാമായി പടം വരയിൽ മുഴുകിയിരിക്കുന്ന ഇൻഗ്രിഡ് തൻ്റെ പപ്പയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ്ങിലിരിക്കെ പുറത്തൊരു അറച്ച കേട്ടിച്ചെന്ന് നോക്കുമ്പോഴാകട്ടെ അവിടെ ചികിത്സിച്ചു വന്നിരുന്ന ഒരു പേഷ്യൻ്റ് തൂങ്ങി മരിച്ചു നിൽക്കുകയാണ്. എൽഫ്രിഡ മാർഷ് എന്നൊരു സ്ത്രീ. ഇതിനു മുന്നേയും അവർ ഇതേപോലെ ആത്മഹത്യാ ശ്രമം നടത്തി വന്നിരുന്നതായി പോലീസ് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെയുണ്ട് അവരുടെ ഭർത്താവും മകളും. ഹസ്ബൻഡ് ആൽവിൻ മാർഷും മകൾ ബെവർലിയും. നമ്മൾ ഇറ്റ് മൂവിൽ കണ്ട അതേ ബെവർലി. അവളുടെ അമ്മ മരിച്ചതെങ്ങനെയാണ് എന്ന് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നു. ബെവർലിയുടെ പപ്പ എത്ര അരോചകമാണെന്ന് ആ നിമിഷമേ നമുക്ക് മനസ്സിലാവും. സ്വന്തം അച്ഛനെ പിടിച്ചെറിയുന്ന ആ വിഷമത്തിലും അയാൾ ദേഷിച്ച് തള്ളിമാറ്റുവാണ് ബെവർലിയെ. തിരിഞ്ഞു നോക്കവേ അവിടെ ഇതെല്ലാം കണ്ടു നിൽപ്പുള്ള ഇൻഗ്രിഡ് പറയുകയാണ്, ഡെറിയിൽ മരിച്ചു എന്ന് കരുതുന്നവരാരും യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല, അവരിവിടെ ജീവനോടെ തന്നെ ഉണ്ടാകും. മുൻപ് ലിലിയോട് ഇൻഗ്രിഡ് പറഞ്ഞ അതേ വാക്കുകൾ പിൽക്കാലത്ത് ബെവർലി വളർന്നു വലുതായി ഇറ്റ് ചാപ്റ്റർ 2 കാണിക്കുമ്പോൾ ഇതേ പ്രായം ചെന്ന ഇൻഗ്രിഡ് അവളോടും പറയുന്ന അതേ വാക്കുകൾ. ചാപ്റ്റർ 2 എന്തുകൊണ്ടാണ് ബെവർലിയെ പീഡിപ്പിക്കാൻ ആ രൂപം എടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കാരണം ഈ ഡ്രാമാറ്റിക് മൊമെൻറ്റിൽ അവർ വന്നിന്ന് പറഞ്ഞ ഈ സംഭവം അവളുടെ മനസ്സിൽ അന്നേ പതിഞ്ഞതാണ്. ഇനി ഈ മരിച്ചു നിൽക്കുന്ന എൽഫ്രിഡ യഥാർത്ഥത്തിൽ ലിലി ബെയിൻബ്രിഡ്ജ് ആണോ? പേര് മാറ്റി മറ്റൊരു ജീവൻ നയിച്ച ഹിസ്റ്ററി എങ്ങാനും? ധരിച്ചിരിക്കുന്ന നീല ജാക്കറ്റൊക്കെ ലിലിയുടെ അന്നത്തേതുമായി സാമ്യമുണ്ട്. പിന്നെ അതൊക്കെ വെറും ഡ്രസ്സല്ലേ, അത് വെച്ച് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. മുമ്പൊരിക്കൽ സ്കൂളിൽ വെച്ച് ലിലിയെ കാണിക്കുന്ന സമയം ബാക്ക്ഗ്രൗണ്ടിലായി നോക്കിയാൽ അവിടെ ആൽവിൻ മാർഷ് എന്ന് എഴുതിയിരിക്കുന്നതായി കാണാം, ലവ് സിംബലൊക്കെ ആയിട്ട്. ഈ ആൽവിനാണ് ഇവിടെ കുനിഞ്ഞു നിന്ന് കരയുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും ലിലിക്ക് ഒരു ഹാപ്പി എൻഡിംഗ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. ഒടുവിൽ 2017 ഇറ്റ് മൂവിയുടെ തുടക്കത്തെ അനുസ്മരിക്കും വിധമുള്ള പിയാനോ സംഗീതത്തിൽ ഇറ്റ് വെൽക്കം ടു ഡെറിയുടെ ചാപ്റ്റർ 1 അവസാനിക്കുമ്പോൾ പെന്നിവൈസ് എന്ന എൻറ്റിറ്റിയുടെ കാര്യത്തിൽ ഒരു വൻ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറ്റിൻ്റെ വേട്ട സമയത്തിനതീതമായാണോ? പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറുമെല്ലാം ഒരുപോലെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, മറ്റെവിടെ നിന്നോ കോസ്മിക് എനർജിയായി എത്തിയ ഒരു എൻറ്റിറ്റിയാണിത്. ഒരുപക്ഷെ സമയം എന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്ന് എന്നതിലുപരി
ഫോൾഡ് ചെയ്തു വെക്കാൻ കഴിയുന്ന ഒന്നാകാം. എപ്പോൾ വേണമെങ്കിലും ഏത് കാലത്തിലേക്കും ചാടാൻ കഴിയുന്ന പോലെ. എന്തായാലും അറിയാവുന്നൊരു കാര്യം, പ്രപഞ്ചത്തിലെ എവിടെ നിന്നോ ശപിക്കപ്പെട്ട് ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ഒരു ദേവനാണ് ഈ കോസ്മിക് എൻറ്റിറ്റി, അല്ലെങ്കിൽ കോസ്മിക് എനർജി. ഓർ ലോകത്തെ ഭക്ഷിക്കുന്ന ദൈവമാണ് താനെന്ന് ഡിക്കിനോട് പറഞ്ഞ പെന്നിവൈസ് ദ ഡാൻസിങ് ക്ലൗൺ. എന്തായാലും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത ഒരു സീരീസ് ആയിരുന്നു വെൽക്കം ടു ഡെറി എന്ന് വിശ്വസിക്കുന്നു. കണ്ടതിൽ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഓരോ മൊമെന്റ്സും എക്സ്പീരിയൻസും ഫീഡ്ബാക്സും ഒക്കെ അടങ്ങിയ അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവയ്ക്കണേ. ഡെറിയിലെ കാഴ്ചകൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇനിയും പുതിയ അനുഭവങ്ങളുമായി സുഹൃജനങ്ങളെ നമുക്ക് വീണ്ടും കാണാം. ശുഭമസ്തു.